ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് പച്ചക്കറിയും കുറച്ച് ചെടികളും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. അപ്പോൾ പച്ചക്കറിയിൽ ഞാൻ ഫസ്റ്റ് തന്നെ നട്ട പച്ചക്കറിയാണ് ഈ പയർ ടെറസിൻ്റെ മേലാണ് നട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ചധികമായി കേട്ടോ, കുറച്ചധികമായി, കുറച്ച് പ്രായമായി അതിന്. ഇപ്പോൾ ഒരുപാട് പയർ അതിലുണ്ടായിരുന്നതെല്ലാം ഞാൻ എടുത്തു. ഇനി ഇത് 3-4 കൂടി ഉണ്ട്, അതോടെ എടുത്തിട്ട് അതിനെ കളയണം. അതിൽ നിന്ന് കിട്ടിയ വിത്ത് ഞാൻ ബാൽക്കണിയിൽ 2 ചെടിച്ചട്ടിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളർന്നു വരുന്നുണ്ട്. ഇതാണ് എൻ്റെ മുകളിലുള്ള പയർ. ഇത് ഞാൻ താഴെ മുറ്റത്ത് ഫ്രണ്ടിൽ തന്നെ കുഴിച്ചിട്ട മറ്റൊരു 2 ചെടികളാണ്. അതിൽ നിറയെ പയറുകളുണ്ട്. ഈ നട്ട എല്ലാ പയറിൽ നിന്നും അത്യാവശ്യം എനിക്ക് നന്നായിട്ട് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ തവണയാണ് പയറുണ്ടാവുന്നത്. ഫസ്റ്റത്തേതെല്ലാം ഞാൻ എടുത്തു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൽ നിറയെ പയറുണ്ട്, കാണുന്നില്ലേ ഗായ്സ്. പിന്നെ ഉള്ളത് വെണ്ടയ്ക്കയാണ്. വെണ്ടക്ക ഒത്തിരി ഉണ്ട്. ശരിക്കും വെണ്ടക്ക എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല സത്യത്തിൽ. പക്ഷെ ഒരുപാട് വെണ്ടക്ക ഉണ്ടായ ചെടികളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും 2-3 തവണ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിറയെ വെണ്ടക്ക ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പയർ ചെടിയെ നോക്കുന്ന അത്ര ഇതിൽ ഞാൻ ഈ വെണ്ടക്കനെ നോക്കിയിട്ടില്ലായിരുന്നു. നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചധികം കൂടി എനിക്ക് കിട്ടിയേനെ. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചക്കറിയിലുള്ള പയറും വെണ്ടയ്ക്ക അത്ര മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഉള്ളത് എനിക്ക് കുറച്ച് ചെടികളാണ്. ഇതൊരു മാങ്ങാമരമാണ്, മാവാണ്. പിന്നെ അതിൻ്റെ താഴെ ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ചെടികളിൽ കുറച്ച് പൂക്കളുള്ള ചെടികളാണ്. ഇതിന് കുറച്ച് കുറച്ച് കളറുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നിത്യകല്യാണി അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെടീൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത് ഗൈസ്, എനിക്കറിയില്ല. പിന്നെ ചെട്ടീൻ്റെ 2-3 കളറുണ്ട്. പിന്നെ റോസ് ഉണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ പൂക്കളുള്ള ചെടികൾ, അത്രയേ ഉള്ളൂ. ഇത് ചട്ടിയൊക്കെ മാറ്റി കൊടുക്കണം, കാലം കുറേ ആയി. പിന്നെ കുറച്ച് ഇലവർഗത്തിൽപ്പെട്ട പൂക്കളില്ലാത്ത കുറച്ച് ചെടികളാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ ചട്ടിയിലാക്കി വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല ഇലകളുള്ള നല്ല ചെടികളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇലവർഗത്തിൽപ്പെട്ട ചെടികൾ. പേരുകളൊന്നും എനിക്കറിയില്ല ഗൈസ്. എനിക്ക് ചെടി ഇവിടെയൊക്കെ എനിക്ക് ചെടി നടാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഒരുപാട് ചെടിയാൽ പാമ്പും ചേരൊക്കെ വരുന്നുള്ള പേടി കൊണ്ട് ഞാൻ നട്ടിട്ടില്ല. കാട് പോലെ ആവല്ലോ, പ്രശ്നമാവല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ചെമ്പരത്തികളാണ്. പല കളറും ഉണ്ട് ഇതിൽ. ഇത് ഞാൻ ഓരോ കമ്പ് എടുത്ത് കുഴിച്ചിട്ടതാണ്. ഓരോ സ്ഥലത്തുനിന്നും എടുത്തുകൊണ്ട് വന്നിട്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ. എല്ലാ കളറും ഉണ്ട്. പിന്നെ എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.